വിത്ത് ലവ്, റൈറ്റർ ഡയറക്ടർ മദൻ. സോ മദൻ എനിക്ക് തോന്നുന്നു ഡെബ്യൂ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് ഫാമിലിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സ്റ്റാറിങ് അഭിഷൻ ജീവിന്ദ്, അതുപോലെ തന്നെ അനശ്വര രാജൻ, പിന്നെ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. എനിക്ക് അറിയുന്ന ഒരാൾ പിന്നുള്ളത് ശരവണനാണ്. പിന്നെ അതുപോലെ തന്നെ തേനി മുരുകൻ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ഒരു പരിപാടി, ഒരു ഫീൽ ഗുഡ് എന്ന റോം കോം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് തമിഴ് സിനിമ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോണറാണ് ഇത്. ആക്ച്വലി ഇപ്പം ലാസ്റ്റ് ഇയർ ആണെങ്കിൽ കിസ് ആയി കഴിഞ്ഞാലും അങ്ങനെ കുറേ അവർ ട്രൈ ചെയ്തു. പക്ഷേ ഒരു 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 കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്നത് ഒരു മെനയാവുന്നില്ലല്ലോ എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് മോസ്റ്റ് ഓഫ് ദ സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് പരിപാടികളായിട്ടാണ് ആക്ച്വലി വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമ വന്നിട്ടുള്ളത്. ബെറ്റർ എന്നല്ല, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി തമിഴ് സിനിമ വന്നിട്ടുള്ളത് വിത്ത് ലവ് എന്നുള്ളത്. അനശ്വര ഇതിന് മുമ്പ് തമിഴ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജ് പരിപാടിയായിട്ട്, അതായത് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള പരിപാടിയായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. ഈ മമിത തമിഴിൽ ഭയങ്കര കത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും അനശ്വരക്ക് തമിഴിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഈവൻ സൂപ്പർ ശരണ ആയിക്കഴിഞ്ഞാലും തണ്ണീർമത്തനൊക്കെ അവിടെ നന്നായിട്ട് വർക്കായിട്ടുള്ള സിനിമകളാണ്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അനശ്വരയുടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ ആക്ച്വലി വിത്ത് ലവ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മദൻ ഒരു 2013 കാലഘട്ടത്തിലുള്ള +1 +2 കാലഘട്ടത്തിൽ കൂടെ പറഞ്ഞു പോകണം ആക്ച്വലി വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റിയും ഏറ്റവും രസമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചാൽ അഭീഷൻ, നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയുടെ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ഈ ഒരു ക്യാരക്ടർ, സത്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതി, ഞാൻ പറഞ്ഞില്ല, നമ്മളെ പ്രവീൺ രംഗനാഥനുള്ള ഒരു സെയിം കാലിബർ, അതായത് ഒരു സീനിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള സെയിം കാലിബറുള്ള ഒരാളായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി അഭീഷനെ ഫീൽ ചെയ്തു. അത് തിയേറ്ററിൽ വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ ആയിക്കഴിഞ്ഞാലും ചെറിയ കാര്യങ്ങൾ, അതായത് ചെറിയ ഒരു ക്യാമ്പസ് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നില്ല എപ്പോഴും വന്നിട്ട് നമ്മൾ ഈ സോ കോൾഡ് ഭയങ്കര പരിപാടി തന്നെയായിരിക്കും. ബട്ട് സ്റ്റിൽ അതിൻ്റെ മേക്കിംഗ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് മദൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ആഡിങ് ടു ദാറ്റ് നമ്മുടെ സത്യ, അത് അഭീഷൻ വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. അനശ്വര ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കമാൻഡിങ് അറ്റ് ദ സെയിം ടൈം വന്നിട്ട് കോമഡിയും എല്ലാം ചെയ്യാൻ പറ്റും. അനശ്വരയുടെ ഒരു ഏരിയയാണ് ഈ കോമഡി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ആക്ച്വലി കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി അനശ്വരനെ ഫീൽ ചെയ്യാറുണ്ട്. അത് തമിഴിലും വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഞാൻ ഡബ് ചെയ്തിരുന്നത് അത് വേണ്ടിയെന്നില്ലാന്ന് തോന്നി, എനിക്കറിയത്തില്ല. കാരണം ചിലപ്പം ഇൻട്രൊഡക്ഷൻ സ്വന്തം വോയിസിൽ തന്നെ വേണം. ഭാഷ പലപ്പോഴും നമ്മുടെ കണ്ണൂർ ഭാഷ കയറി വരുന്നുണ്ട് അനശ്വരയുടെ തമിഴിൽ. ചില സമയത്ത് കൊടുങ്ങല്ലൂർ ഭാഷയും വരുന്നുണ്ട്. നമ്മുടെ മറ്റേ പ്രേമലിൻ്റെ അകത്ത് വന്നിട്ട് സേലത്ത് പോയതിനു ശേഷം വന്നിട്ട് നമ്മുടെ നെസ്ലിൻ്റെ കൂടെയുള്ള ക്യാരക്ടർ സാർ உங்களுக்கு എന്നെ തെരിയുവാ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ പരിപാടികൾ ആക്ച്വലി അനശ്വര അതിൻ്റെ അകത്ത് ഇട്ടുണ്ട്. അപ്പോൾ തമിഴായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മലയാളം ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. അത് ചില സ്ഥലത്തൊക്കെ ഇമോഷണലൊക്കെ ചെയ്യുന്ന സമയം, ഇമോഷണൽ ക്യാരക്ടേഴ്സൊക്കെ ഇമോഷണലായിട്ടുള്ള ഡയലോഗ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി അരോചകമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാം, ഫസ്റ്റ് ഫിലിമിലുള്ള പെർസ്പെക്റ്റീവിലാണെന്ന് അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ള ഫീൽ തോന്നി. ബാക്കി ഒരു ഹീറോയിൻ, ഒരു സെൻട്രൽ ക്യാരക്ടർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു അഭീഷനോടൊപ്പം തന്നെ അഭീഷനൊക്കെ ഒരു പൊടി മേലേക്ക് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആക്ച്വലി അനശ്വരയ്ക്ക് വന്നിട്ടുള്ളത്. വളരെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ഈ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് മാറി പോയി വരികയും ഒരു 96ൻ്റെ ഒരു 2K വേർഷൻ എന്നൊക്കെ വേണ്ടിയിൽ പറയാവുന്ന രീതിയിലാണ് ആക്ച്വലി ഈ സിനിമ. അതായത് 96 പോലെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഇമോഷനിലേക്ക് കൂടി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു പഴയതും പുതിയതുമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് എലമെൻസിനൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി വിത്ത് ലവ് എന്ന് പറയുന്നത്. രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ശരവണനൊക്കെയാണ് ഒരു ചെറിയൊരു ക്യാരക്ടറേ ഉള്ളൂ. ബാക്കി കുറേ ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട്, പക്ഷേ അവരുടെ ഒന്നും പേരുകൾ കൃത്യമായിട്ട് അറിയില്ല. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്താൽ, എസ്പെഷ്യലി വന്നിട്ട് അനശ്വരയുടെ പേരായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് ഈ അഭീഷൻ്റെ ഒരു ക്യാമ്പസ് സ്കൂൾ ലെവലിലെ പേരായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരൻ, അവരൊക്കെ വളരെ നന്നായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് ഇപ്പോഴും സ്റ്റിൽ ക്യാമ്പസ്, ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ 2013 കാലഘട്ടമാണ്, ഇപ്പോഴും വന്നിട്ട് ക്യാമ്പസ് ലവ് ആൻഡ് കാര്യങ്ങളൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണുള്ളത് എന്നുള്ള പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഈ ഫ്ലെയിംസ് ഇടലും പരിപാടിയും അതൊക്കെ വന്നിട്ട് ഇപ്പോഴും അത് തന്നെയാണോ കാണിക്കുന്നത് എന്നുള്ളൊരു തോട്ടും ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഈ സിനിമ കൊള്ളായിരുന്നോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് കഴിയാതിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ചില സിനിമകൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലേ. മോസ്റ്റ്ലി അത് റോം കോമും ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഫിലിമുകളാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്തരത്തിലൊരു ഫീൽ തരാനും ആക്ച്വലി വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തമിഴ് ഒരു ഹൗസ്ഫുൾ ഷോ കണ്ട ഒരു ഫീലും രസമുണ്ടായിരുന്നു. അതായത് ഇപ്പം
ഇപ്പോൾ ഒരു രജനീകാന്തിൻ്റെ സിനിമ ആരെങ്കിലും വന്നാലാണ് തമിഴ് ഹൗസ്ഫുൾ ഷോ വരിക. പക്ഷേ സെക്കൻഡ് വീക്ക് ആയിരുന്നിട്ട് പോലും ബെറ്റർ ആയിട്ടുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടി. കമ്പോസർ സീൻ റോഡനാണ്. യുവൻ ശങ്കർ രാജ എന്തുകൊണ്ടില്ല എന്നുള്ളതിൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ട് യുവൻ ശങ്കർ രാജനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട് ഇവരിൻ്റെ അകത്ത്. യുവൻ ശങ്കർ രാജയുടെ ആണ് സിനിമ. ഓക്കെ, അപ്പോൾ യുവൻ ശങ്കർ രാജനെ കിട്ടാത്തപ്പോൾ സീൻ റോൾഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ പറഞ്ഞില്ല, പണ്ടുള്ള ഒരു ക്യാമ്പസ് പ്രണയം എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് ഉള്ള ഒരു ടോൺ ഓഫ് പാട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ടും അത്ര ഭയങ്കരമായിട്ടുള്ള എലിവേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിന് വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഇല്ല. എഡിറ്റർ എന്ന് പറയുന്നത് സുരേഷ് കുമാറാണ്. നല്ല രസമുള്ള എഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ട് നമുക്ക് കാണാൻ കണ്ടു തീരല്ലേ എന്നുള്ള പെർസ്പെക്റ്റീവിലുള്ള ഒരു പ്ലസൻറ്റ് മൂവിയാണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടും. നല്ലോണം തിയേറ്ററിക്കൽ ക്ലാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഡയറക്ടർ രാജ്കമലാണ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനർ പ്രിയ. അതുപോലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി സൗന്ദര്യ രജനീകാന്താണ് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് കുറച്ച് ഹൈപ്പിൽ വന്ന സിനിമയാണ്. ആ ഹൈപ്പിനോട് നീതിപുറത്തുള്ള സിനിമയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രദീപ് രംഗനാഥിന് ഒരു ഭീഷണിയായി മാറാനുള്ള സാധ്യത അഭീഷൻ ആക്ച്വലി കാണുമ്പോഴും അഭീഷൻ്റെ മാനറിസവും അഭീഷൻ്റെ കോമഡിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്തേക്ക് വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു തമിഴിലൊരു ഷിഫ്റ്റ് ഓഫ് ഒരു ഫിലിം മേക്കിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഒരു കുറച്ചും കൂടി എക്സെൻട്രിക് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ്, അതായത് ഒരു വേറെ രീതിയിൽ എക്സെൻട്രിക് ആണ് ഓൾവേസ്, ബട്ട് സ്റ്റിൽ വേറെ രീതിയിലുള്ള ഒരു ഫിലിം മേക്കിങ്ങിലേക്ക് പോകുന്ന ഒരു തമിഴ് സിനിമ കാണാനുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വലിയ ആക്ടേഴ്സിൻ്റെ പ്രശ്നമാണോ, ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആക്ടേഴ്സിൻ്റെ കുറവുകൊണ്ടാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അത് തമിഴ് സിനിമ ഒരു റിവൈവിങ് സ്റ്റേറ്റിലാണുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു റിവൈവിങ് സെറ്റപ്പിലുള്ള ഒരു തമിഴ് സിനിമക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ ഇപ്പോൾ പൊങ്കലൊക്കെ ആണെങ്കിലും വലിയ സിനിമകളൊന്നും വലുതായിട്ട് വർക്കൗട്ട് ആയില്ല. പരാശക്തിയാലും ഭാവാത്യാലൊക്കെ ഒന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തേക്ക് വിത്ത് ലവ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. അനശ്വര രാജന് ഒരു നല്ലൊരു ലോഞ്ച് പുള്ളിക്കാരി പറയുന്നുള്ളേ, ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂട്ട്നെസ് പരിപാടി ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഒരു ക്രഷായി, ഇപ്പോൾ ഉള്ള ക്രഷിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ക്രഷ് പരിപാടികളൊക്കെ അനശ്വരയ്ക്ക് ഇനി തമിഴ്നാട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആക്ച്വലി ഇന്നലെ തിയേറ്ററിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ മൊത്തത്തിൽ വിത്ത് ലവ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും പോയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. സോ ഡു വാച്ച് വിത്ത് ലവ് തിയേറ്റേഴ്സ്.